ഹായ് ഹലോ. അങ്ങനെ നമ്മുടെ 2024 ആദ്യത്തെ മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓർത്തു നല്ലൊരു വ്ളോഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിന്നൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നമ്മൾ മേനകയിൽ പോണെയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. ട്രൈപ്പോഡ്, പിന്നെ പ്ലാനറൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ബുക്കിൽ ചെയ്യണ പ്ലാനറാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോണത്. പള്ളൂരുത്തി വെളിയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടെ നിന്നാണ് പോണേ കേട്ടോ. അപ്പോൾ ഈ സ്ഥലമൊന്നും ഞാൻ അങ്ങനെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല. ഞാൻ ഓർത്ത് എന്തായാലും ഇത്ര ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ട് എന്താ കാണിക്കാത്തതെന്ന് വെച്ചിട്ട് ഇന്നത്തെ വ്ളോഗിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൺ ദ വേ ആണ്. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒരു രീതിയിലും ബസ്സുകാരെ സമ്മതിക്കണില്ല. ആടി ഉലഞ്ഞൊക്കെയാണ് പോണത്. പ്രൈവറ്റ് ബസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടിരുന്നില്ലെങ്കിൽ ഫോണും ഞാനും താഴ്ത്ത് കിടക്കും. അപ്പോൾ അതുകൊണ്ട് അധികം അഭ്യാസത്തിനൊന്നുമില്ല. എന്നാലും പറ്റണ പോലെയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഈ ഏരിയാസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു രസമാണ്. എനിക്കിവിടെ നൈറ്റ് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, ഷിപ്പ് യാർഡിൽ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നൈറ്റ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പത്മ വഴിയുള്ള ബസ്സിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെ മഹാരാജാസ് ഗ്രൗണ്ടിൻ്റെ അവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥിരം ജ്യൂസ് ഷോപ്പുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അരികത്തായിട്ട്. അപ്പോൾ അവിടെ കയറി ഞാനൊരു ഓറഞ്ച് ജ്യൂസും കുടിച്ച് എൻ്റെ ഫ്രണ്ട് ഒരു ലൈമും കുടിച്ചിട്ടാണ്. കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അവിടുത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേത്ര ബസാറിൽ കയറിയിട്ട് കുറച്ച് പ്ലാനറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായി. ഇതാണ് കേട്ടോ, നല്ല അടിപൊളി ഷോപ്പാണ്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണതിൻ്റെ ഒരുപാട് റേറ്റ് കുറവാണ് ഇവിടെ. നല്ല അടിപൊളി ഹൈലൈറ്റർ, അതുപോലെ തന്നെ ക്യൂട്ടായിട്ടുള്ള പെൻ അങ്ങനെ ഇഷ്ടംപോലെ സാധനം ഉണ്ടായി. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. അവിടെ കയറിയും ചെറിയൊരു പർച്ചേസ് നടത്തി. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഇത് നമ്മുടെ പള്ളൂരുത്തി വെളിയിലുള്ള കുളത്തിൻ്റെ അരികത്തുള്ളൊരു ഇതാണ്, സംഭാരമൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സംഭാരം. ഞാൻ മിക്കപ്പോഴും ചേച്ചിട്ടൊന്ന് വാങ്ങിച്ചു കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെ അവിടെ വന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു സംഭാരമൊക്കെ കുടിച്ച് പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയപ്പോൾ ഞാൻ ഓർത്തു എനിക്കിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് ബുക്സ് വായിക്കുക എന്നുള്ളത്. മുമ്പ് ഇങ്ങനത്തെ ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഈ പ്രാവശ്യമൊക്കെ അതും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഏകദേശം വായിച്ച് തീരാറായി. അങ്ങനെ അതൊക്കെ വായിച്ചു. നമ്മൾ വൈകുന്നേരത്ത് ചെറിയൊരു കറക്കമുണ്ട് ഫാമിലിയുടെ ഒപ്പം. നമ്മുടെ അടുത്ത് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകാമല്ലോ എന്ന് ഓർത്ത് ഫാമിലിൻ്റെ ആയിട്ടോടെയാണ് ഞാനും അപ്പച്ചനും അമ്മച്ചിയും. ഫ്രണ്ട്സ് എല്ലാവരും അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല അടിപൊളിയുണ്ട്. നമ്മുടെ ചേട്ടന്മാരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് തേടെന്തോ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ മിനി വ്ളോഗ്. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.